ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ സ്പോർട്സ് ആയിട്ട് ബന്ധമുള്ളൊരു തീം പാർക്കിന്റെ ഉള്ളിലാണ് വന്നിട്ടുള്ളത്. അത് കറക്റ്റ് ആ ഫ്ലാഗിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ കാണാനേ റിയൽ മാൻട്രിക് വേൾഡ് ഉണ്ടല്ലേ. അതിൻ്റെ വലിയൊരു അതിൻ്റെ ഉള്ളിലേക്ക് അലൗഡ് ഇല്ല. അതിൻ്റെ ഉള്ളിലേക്ക് ഫീസ് അഡീഷണൽ കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ അകലെന്ന് കാണിക്കുന്നത്. വലിയൊരു ബിഗ് സ്ക്രീൻ അതിൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകണമെങ്കിൽ അഡീഷണൽ പൈസ കൊടുക്കണം, അഡീഷണൽ തരം കൊടുക്കണം. പിന്നെ ഇവിടെ നമ്മുടെ താജ്മഹലിനെ അനുസ്മരിപ്പിക്കുന്ന പോലെ താജ്മഹൽ എന്നാണ് ആ പള്ളിയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടാ കറക്റ്റ് താജ്മഹൽ പോലെ. എനിക്ക് കറക്റ്റ് അവിടെ നിന്ന് വരുമ്പോ കണ്ടപ്പോ താജ്മഹലാന്ന് തോന്നി ഇല്ലേ. ആ പള്ളിയുടെ പേര് രാജ്മഹൽ. താജ്മഹൽ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ വരെ കടക്കാനുള്ള അലൗഡുള്ള അങ്ങോട്ട് കടക്കരുതെന്ന് പിന്നെ വീണ്ടും നമുക്ക് ഒന്നൊരു എടുത്തു പറയാനൊരു കേസ്. ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നപ്പോ ഇതിൻ്റെ ഉള്ള ഒരുപാട് സിനിമ നടന്മാരുടെ പിക്ചർ ഉണ്ടായിരുന്നു. അപ്പൊ അത് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പള്ളിയൊന്നും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് ഈ അവിടേക്ക് കടക്കാനായിട്ട് വേറെ എൻട്രി ഉണ്ടോന്ന് നമുക്ക് അറിയില്ല. ഇവിടേക്ക് എൻട്രില്ല, കാരണം ക്ലോസ് ചെയ്തേക്കുക. കാരണം ഇവിടെ രണ്ട് പിക്ചർ പുറത്ത് നോക്കുമ്പോ ഒന്ന് ഷാരൂഖ് ഖാന്റെ ഒന്ന് ഷാരൂഖ് ഖാൻ തോന്നുന്നുണ്ട്. തെറ്റിന് ക്ഷമിക്കണം, ഷാരൂഖ് ഖാൻ തോന്നുന്നല്ലേ. ഷാരൂഖ് ഖാൻ തന്നെ. ഓക്കെ, മറ്റേ 100% ഉറപ്പാണ്. അപ്പൊ കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറി തന്നെ ഒരുപാട് നമ്മുടെ ഇന്ത്യൻ ആക്ടർ, ഹോളിവുഡും ബോളിവുഡും എല്ലാ ആക്ടർ ഒരുവിധം അറിയപ്പെടുന്ന ആക്ടേഴ്സിന്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എഴുതി വെച്ചിട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ കണ്ടിരുന്നു. പക്ഷെ ഇപ്രാവശ്യം കയറാൻ പറ്റിയില്ല. ഞാൻ നേരത്തെ കാണിച്ചിരുന്നു ദി വേൾഡ് ഫസ്റ്റ് എവർ ഫുട്ബോൾ തീം പാർക്ക്. അതിൻ്റെ ഫ്ലാഗായി കാണുന്നത്. അങ്ങോട്ട് പോകാൻ എൻട്രാണ് ഈ കാണുന്നത്. സ്പോർട്സ് എഴുതിച്ചിട്ടുണ്ട്. അടിയിലത്ത് ശരിക്കും എനിക്ക് ഉച്ചരിക്കാൻ അറിയുന്നില്ല കേട്ടോ, സോറി. Yeah, 18 Very. നെതർലാൻഡിന്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ് ഇപ്പൊ നമ്മള് കാണുന്നത്. നമ്മൾ ലൈറ്റ് ഇടുമ്പോഴാണ് ഇവിടത്തെ ഭംഗി നമ്മളിപ്പോ കാണുന്നത് കേട്ടാ. എനിക്ക് പറയാ
റിവർലാൻഡിന്റെ ഉള്ളിലെ ലൈറ്റ് ഇട്ട കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. നമ്മളിത് കുറച്ച് മുന്നേ ലൈറ്റ് ഇടാനുള്ള കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ അവിടെ തന്നെ അടുത്ത് പിന്നെ റിവർലാൻഡിന്റെ ഭംഗി ആസ്വദിക്കണം എന്ന് വെച്ചാൽ നമുക്ക് രാത്രി വന്ന് ഇവിടുത്തെ ലൈറ്റ് ഒക്കെ ഇട്ട് കഴിയുമ്പോഴാണ് ഇവിടുത്തെ റിവർലാൻഡിന്റെ ഭംഗി കാണാൻ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ചെറിയൊരു പോണ്ടാണ്. അപ്പൊ അവിടെ ഒരു ചക്രം പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വെള്ളം ഇടയ്ക്കിടയ്ക്ക് സ്പ്രെഡായി ഇങ്ങനെ എപ്പോഴും വെള്ളം ഷേക്കാൻ നിൽക്കാൻ വേണ്ടിയാണ് ഈ സാധനം വെച്ചിട്ടുള്ളത് അല്ലെ. എനിക്ക് തോന്നുന്നതിൽ പായല പൂപ്പല അങ്ങനെ ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിട്ടായിരിക്കും ആ ചക്രത്തിലോട്. എന്തായാലും 20 ദർഹം നമ്മൾ കൊടുക്കണമെങ്കിൽ നഷ്ടമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ആദ്യം ഒന്ന് മടിച്ചു. അപ്പൊ പിന്നെ എന്തായാലും വന്നതല്ലേ, ചിലപ്പോ അഡീഷണൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ. പക്ഷെ അഡീഷണൽ ഉണ്ട് കേട്ടോ. നമുക്ക് സോംബിയോ മൂവീനെ വെല്ലുന്ന രീതിയിലുള്ള ഒരു 5 മിനിറ്റ് ഒരു പ്രകടനം ഉണ്ട്, ഒരു മ്യൂസിക് ഇട്ടിട്ടുള്ളത്. അത് നിങ്ങളിത് രാത്രി കാണാൻ വരാണെങ്കിൽ കുട്ടി വെള്ളമൊക്കെ കൈ പിടിച്ചോട്ടാ. കൈവെള്ളം കഴിച്ചു വയ്യാണ്ടായി ആവശ്യമല്ലേ. സോങ്സ് കേട്ടണ്ട, ഒരു സോങ്സ് ഉണ്ടല്ലോ. നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. പിന്നെ നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ ബൈ.